കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോട്. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. നില കെട്ടിടത്തിന്റെ റൂഫ് ഗാർഡനിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ അല്പവസ്ത്രധാരിയായി നിന്നുപോകുന്നു. പാമ്പ് ശരീരത്തിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടുകിട്ടുന്നു. പരീക്ഷയിൽ തോറ്റുപോകുന്നു. ഇതെല്ലാം നമ്മളിൽ പലരും കാണുന്ന സ്വപ്നങ്ങളാണ്. ഇങ്ങനെയുള്ള സ്വപ്നത്തിന്റെ പിന്നിലെ ശാസ്ത്രീയ വശം എന്താണ്? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഖാൻ കരിക്കോട്. സ്വപ്നങ്ങൾ അന്നും ഇന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളതുമാണ്. എന്തുകൊണ്ടാണ് നാം സ്വപ്നം കാണുന്നത്? അതിന്റെ ഉത്തരം അറിയുന്നതിന് മുമ്പ് ഉറക്കത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്കൊന്നറിയാം. ഉറക്കത്തിന് റം എന്നും നോൺ റം എന്നും രണ്ട് ഘട്ടങ്ങളുണ്ട്. ഉറക്കത്തിലെ റം ഘട്ടത്തിൽ കൺപോളകൾക്കിടയിൽ കൺഗോളങ്ങൾ ദ്രുതഗതിയിൽ ചലിക്കും. ഈ സമയത്താണ് നാം സ്വപ്നം കാണാറുള്ളത്. നോൺ റം ഘട്ടത്തിൽ നാം ഗാഢനിദ്രയിലായി പോകും. ഈ സമയം സാധാരണയായി സ്വപ്നങ്ങൾ കാണാറില്ല. സ്വപ്നങ്ങൾ നമ്മുടെ മാനസിക വളർച്ചയെ ഉത്തേജിപ്പിക്കും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അടക്കി വെക്കേണ്ടി വരുന്ന ആഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് അടക്കി വെച്ച അസൂയ, വെറുപ്പ്, ലൈംഗിക ആഗ്രഹങ്ങൾ എന്നിവയുടെ സഫലീകരണമാണ് സ്വപ്നങ്ങളായി പുറത്തു വരുന്നത്. പക്ഷെ അത് പ്രകടമാകുന്നത് സിംബോളിക് രൂപത്തിലായിരിക്കും. ശത്രു സംഹാരമാണ് ബോധമനസ്സിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ശത്രുവിനെ അരിഞ്ഞിടുന്നതിന് പകരം വെള്ളരിക്ക അരിഞ്ഞിടുന്നതായിട്ടായിരിക്കും സ്വപ്നത്തിൽ കാണാനിടയാകുന്നത്. കുഞ്ഞ് ജനനത്തോടൊപ്പം സ്വപ്നം കാണലും തുടങ്ങുന്നു. കുഞ്ഞ് നമ്മെ നോക്കി ചിരിക്കണമെങ്കിൽ 3-4 മാസമെങ്കിലും എടുക്കും. പക്ഷെ അതിനു മുമ്പ് കുഞ്ഞ് ഉറക്കത്തിൽ ചിരിക്കുന്ന കാണാമല്ലോ. കാണുന്ന സ്വപ്നങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും. ഒരേ സ്വപ്നങ്ങൾ നാം അടുത്തിടെ ദിവസങ്ങളിൽ കാണാറില്ല. നമ്മുടെ ശാരീരികം, മാനസികം, ലൈംഗികപരവുമായ പ്രാഥമിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണാനുള്ളത്. വൈവിധ്യം നിറഞ്ഞതായിരിക്കും പലപ്പോഴും സ്വപ്നങ്ങൾ. സ്വപ്നം കാണുകയാണ്. കേൾവി, മണം, രുചി, വേദന സാധാരണയായി സ്വപ്നത്തിൽ അനുഭവപ്പെടാറില്ല. അതുപോലെ കാണുന്ന അതേ വേഗത്തിൽ ഈ സ്വപ്നങ്ങൾ മറക്കുകയും ചെയ്യും. മിക്കപ്പോഴും ഉണർന്നൊരു 15 മിനിറ്റിനുള്ളിൽ മനസ്സിൽ നിന്നത് ഉരുകി ഒലിച്ചു പോയേക്കാം. കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഇത് എല്ലാവരിലും ശരിയായിരിക്കണമെന്നില്ല. സാധാരണ ഉയരങ്ങളിൽ നിന്ന് വീഴ്ചയിൽ പേടിയില്ല എങ്കിൽ പ്രശ്നങ്ങളെ പേടി കൂടാതെ അഭിമുഖീകരിക്കാമെന്ന് ആണ് സ്വപ്ന വ്യാഖ്യാനത്തിൽ പറയുന്നത്. പേടിയുണ്ടെങ്കിൽ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടെന്നുമാണ്. സ്വപ്നത്തിൽ ആൾക്കൂട്ടത്തിൽ നഗ്നനായി കാണുന്നുവെങ്കിൽ അപകർഷാബോധവും കുറ്റബോധവും ഉള്ളതുകൊണ്ടായിരിക്കും. പറന്നു പോകുന്ന സ്വപ്നമെങ്കിൽ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അത് സംതൃപ്തിയുടെ പ്രതിഫലനമാണ്. വിലപ്പെട്ട വസ്തുക്കൾ കണ്ടുകിട്ടുന്നതായി സ്വപ്നമെങ്കിൽ ജീവിത വിജയത്തിനുള്ള അവസരങ്ങൾ മുട്ടിവിളിക്കുന്നു എന്നാണ്. പരീക്ഷയിൽ തോറ്റുപോകുന്നു എങ്കിൽ അപ്പോഴത്തെ ആശങ്കയുടെ മാനസിക പ്രതിഫലനവുമായിരിക്കും. ഇതെല്ലാം സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. മനസ്സിനെ സംബന്ധിക്കുന്ന പുത്തൻ അറിവുകളുമായി നാളെ ഇതേ സമയം തിരിച്ചെത്താം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇതുവരെ കേട്ടത് മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോട്. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.